ശ്ലോകം 7. പരിപ്രീതായാതാ ഖലു ഭവതുപേതാവൃതജുഷോ. ഭഗവാനോട് കൂടി യാഗമെല്ലാം കഴിഞ്ഞു. എല്ലാവരും കൂടി ആ ഗോകുലത്തിലേക്ക് പോവുകയാണ്. വ്രതജുഷ, ഗോകുലത്തിലുള്ളവരെല്ലാം വ്രതത്തോട് ചേർന്നവർ, അതാണ്. അപ്പോൾ ഗോപന്മാർ ഗോക്കളെ എല്ലാം പെട്ടു. അവരെല്ലാവരും എപ്പോഴാണോ സന്തോഷത്തോടുകൂടി, പരിപ്രീത നിറഞ്ഞ സന്തോഷം, അതാണ് ചുറ്റും സന്തോഷം. എപ്പോഴാണോ വ്രതത്തിലേക്ക്, യാവത് വ്രജം യാവത്, ഇപ്പോൾ വ്രതത്തിലേക്ക് അവരെല്ലാവരും പോയോ, യാതാഹ താവത്, ആ സമയത്ത് ദേവേന്ദ്രൻ അറിഞ്ഞു. നാരായണ നാരായണ, ഒരാളുണ്ടല്ലോ അവിടെ എത്തി. അറിഞ്ഞു, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇല്ല, ദേവർഷി പറയൂ, എന്താണ്? അങ്ങേക്കുള്ള യാഗം ഈ ഗോകുലത്തിൽ നടത്തിയില്ല, അത് ആ പർവ്വതത്തിനാണ് കൊടുത്ത്. ഇനി അങ്ങോട്ടൊന്നും പോകുക വേണ്ട എന്ന് ദേവർഷിയായ നാരദൻ ദേവേന്ദ്രനെ അറിയിച്ചു. താവത് നിജമഖവിഭംഗം നിശമയൻ, തനിക്കുള്ളതായ യാഗത്തിനെ മുടക്കി എന്നത് കേട്ടിട്ട്, ആരാ കാരണക്കാരൻ? ആ ഉണ്ണി തന്നെ, ഒരാൾ കൃഷ്ണനാണ് ആ വിധത്തിൽ ചെയ്തത് എന്ന് നാരദൻ പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻ ആരാണ്? അത് ഇന്ത്യന് നല്ലവണ്ണം അറിയാം. ഭവന്തം ജാനൻ നബി, അങ്ങ് വിഷു തന്നെയാണ്. വിഷുവിൻ്റെ ഒരവതാരമാണ് ശ്രീകൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് എന്ന് ജാനൻ നബി അറിഞ്ഞിട്ടും അധികരജസ, എന്തെന്നില്ലാത്ത രജോ ഗുണം മൂലം ആക്രാന്ത ഹൃദയ, ആ മനസ്സങ്ങോട്ട് ക്ഷോഭിച്ചു. ഇതാണ് രജോ ഗുണത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, നമ്മളറിയാതെ മനസ്സ് ക്ഷോഭിക്കും. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ, മനസ്സിൽ നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നതും ക്രോധം വരുന്നതും രജോ ഗുണമാണ്. രജസ ആക്രാന്ത ഹൃദയ, അതിന് രജോ ഗുണം കൊണ്ട് വിഷമിച്ചതായ മനസ്സോടുകൂടി, ആക്രാന്തമായ മനസ്സ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് ഉള്ളതാണ്. അതാണ് രജസ ആക്രാന്ത ഹൃദയ. ദേവേന്ദ്രന് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, മനസ്സ് പിടിവിട്ടു പോയി എന്ന് പറയില്ലേ, അതാണ്. രജസ ആക്രാന്ത ഹൃദയ നസേഹേ, സഹിച്ചില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ആരാ ഈ ദേവേന്ദ്രൻ? ദേവേന്ദ്ര ത്വദുപരചിത ആത്മോന്നതി അഭി, ദേവേന്ദ്രനെ ആ ഇന്ദ്രസ്ഥാനത്ത് ഇരുത്തിയതാരാണ്? ഈ വിഷ്ണുവാണ്. എന്നിട്ട് പോലും ആ വിഷ്ണുവിനോട് എതിർക്കാൻ പോവുകയാണ്. വിഷ്ണുവാണ് കൃഷ്ണനായിട്ട് വന്നതെന്ന് നല്ലവണ്ണം അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടും ആ രജോ ഗുണം കൊണ്ട് മനസ്സാകപ്പാടെ എന്തെന്നില്ലാതെ ക്ഷോഭിച്ച് ഈ കൃഷ്ണനെ നശിപ്പിക്കുക തന്നെ വേണം. കൃഷ്ണനെ മാത്രമല്ല, ആ ഗോകുലം മുഴുവൻ നശിപ്പിക്കണം എന്നുള്ളതായ ചിന്തയോടുകൂടി ദേവേന്ദ്രൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. ശ്ലോകം 8. മനുഷ്യത്വം യാതോ മധുവിധവി, ഈ ഭഗവാൻ കൃഷ്ണൻ ആരാണ്? മധുഭിത്താണ്. പ്രപഞ്ചത്തിൻ്റെ ആദിയിൽ മധുകൈടവന്മാരെ കൊന്നവനാണ്, ശക്തനാണ്, അതിന് സംശയമില്ല. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇപ്പം എന്താണ്? ഇപ്പം ആരാണ്? മനുഷ്യനാണ്. മനുഷ്യത്വം യാതഃ. അപ്പം എപ്പോൾ മനുഷ്യനായോ മനുഷ്യനെ പോലെ പെരുമാറണം, ദേവനെ പോലെ പെരുമാറാൻ പാടില്ല.
അതുകൊണ്ട് ഈ കൃഷ്ണൻ ദേവേഷു അവിനയം വിധത്തേച്ച്, ദേവന്മാരോട് വിനയമില്ലാതെ പെരുമാറിയാൽ നഷ്ടത്രിദശ സദസാം, ത്രിദശന്മാരുടെ സദസ്സുകൾക്ക് കോപി മഹിമ എന്ത് മാഹാത്മ്യമാണുള്ളത്? ദേവലോകത്തിലെ ആർക്കും ഒരു മാഹാത്മ്യമില്ലാതാവും. ദേവന്മാരെ ആരും ബഹുമാനിക്കില്ല. ആരാ ദേവന്മാരെ? ത്രിദശന്മാർ, 3 ദശ ഉള്ളവർ. 4ാമത്തെ ദശകത്തിലേക്ക് കടക്കുന്നതേ ഇല്ല. ത്രിദശന്മാരായിരിക്കുന്ന ആ ഗോപന്മാരെ മരണം അവർക്ക് ഇല്ല എന്നാണ് വെച്ചിരിക്കുന്നത്. മരണമില്ല എന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് വീണ്ടും അവരുടെ പുണ്യം കഴിയുന്ന സമയത്ത് ഇങ്ങോട്ട് വരേണ്ടതായ ആവശ്യമുണ്ട്. പക്ഷേ കാലം നോക്കുകയാണ്, വലിയൊരു കാലമാണ് അവരവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് 4ാമത്തെ ദശയായ ആ മരണം ഇല്ല എന്ന് വെച്ചിരിക്കുകയാണ്. അതാണ് അങ്ങനെയുള്ള ത്രിദശന്മാരായിരിക്കുന്ന ദേവന്മാരോട് ഈ വിധത്തിൽ അവിനയം പ്രവർത്തിച്ചാൽ അവർക്ക് പിന്നെ എന്ത് മാഹാത്മ്യമാണുള്ളത്? ത്രിദശ സദസാം കോപി മഹിമ, ആരും അവരെ കൂട്ടാക്കില്ല എന്നർത്ഥം. അവരുടെ മാഹാത്മ്യം നഷ്ടപ്പെട്ടു പോകുന്നു. അത് പാടില്ല. തഥ, അതുകൊണ്ട് ധ്വംസിഷ്യേ പശുപഹതകസ്യ ശ്രിയം, പശുപഹതകൻ, പശുവൻ ഗോവൻ, പശുക്കളെ പാലിക്കുന്നവൻ ഗോവൻ. ഗോവന്മാരിൽ വെച്ച് ഹതകൻ, നീചനാണ് ഈ കൃഷ്ണൻ. ആ നീചൻ്റെ ഐശ്വര്യത്തിന്, അവൻ്റെ ഐശ്വര്യം ഇപ്പം എങ്ങനെയാണ്? ഈ വൃന്ദാവനത്തിലാണ് കാണുന്നത്. ആ ഐശ്വര്യത്തിനെ ധ്വംസിഷ്യേ, ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ഇതി പ്രവൃത്തസ്ത്വാം ജേതും, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ ജയിക്കാൻ വേണ്ടി, അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ആരാണ് ചെയ്യുന്നത്? മഘവ, ആ ഇന്ദ്രൻ. എന്തുകൊണ്ടങ്ങനെ ചെയ്തു? ദുർമദനിധി, ദുർമദ ഒന്നിച്ച് എടുത്തൊരു രൂപം എടുത്താണ്. അഹങ്കാരം ഒരു രൂപമെടുത്താണ് ദേവേന്ദ്രൻ. എന്തെന്നില്ലാത്ത അഹങ്കാരിയായ ആ ദേവേന്ദ്രൻ, ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇപ്പം മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് ദേവന്മാരിൽ ഈ വിധത്തിൽ അഭിനയം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാണ്ടിരുന്നില്ലേ? അതുകൊണ്ട് ദേവന്മാരുടെ ആ ത്രിദശന്മാരുടെ മാഹാത്മ്യത്തിനെ നിലനിർത്താൻ വേണ്ടി ദേവേന്ദ്രൻ ഈ വൃന്ദാവനത്തിലെ എന്ത് ഐശ്വര്യമുണ്ടോ എല്ലാ ഐശ്വര്യവും കൃഷ്ണൻ്റെ മാഹാത്മ്യം മൂലമുള്ളതാണ്. ആ കൃഷ്ണൻ ഇപ്പം എങ്ങനെ വന്നു? പശുപഹതകസ്യ, ഈ ഗോപന്മാരിൽ വെച്ച് നിന്ദ്യനായിട്ടാണ് കാണുന്നത്. ഇതുകൊണ്ട് ദേവന്മാരെ പോലും ബഹുമാനിക്കുന്നില്ല. ദേവന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി യാഗം ഏർപ്പാട് ചെയ്തപ്പോൾ അതിനെ മാറ്റിയ ആളാണ്. ഇതെല്ലാം നാരദൻ പറഞ്ഞു കൊടുത്തു. അതിനാണ് എന്തിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ അഹങ്കാരത്തിനെ നശിപ്പിക്കണം എന്ന് ത്വാം ജേതും, അങ്ങനെ ശ്രീകൃഷ്ണനെ ജയിക്കാൻ വേണ്ടി ആ ഇന്ദ്രൻ പ്രവർത്തിക്കാൻ തുടങ്ങി.